ഇന്ത്യയുടെ ക്വിക്ക് ഇ കൊമേഴ്സ് വിപണിയിൽ ശക്തമായ സാന്നിധ്യമാണ് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടും ബ്ലിങ്കിറ്റും. എന്നാൽ US ആസ്ഥാനമായ ഇ കൊമേഴ്സ് കമ്പനി ആമസോണും വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ടും 2025 ദ്രുത വാണിജ്യ വിപണിയിലേക്ക് പ്രവേശിക്കുവാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ആമസോൺ അതിന്റെ ക്വിക്ക് കൊമേഴ്സ് സേവനമായ ടെസ്ന ബംഗളൂരുവിൽ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വിൽപ്പനക്കാരിൽ നിന്ന് ദൈനംദിനം ആവശ്യവസ്തുക്കൾ ശേഖരിച്ച് വേഗത്തിൽ ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിനാണ് ഈ പൈലറ്റ് പ്രോഗ്രാം നടത്തുന്നത്. വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ടിന്റെ ദ്രുത വാണിജ്യ സേവനമായ മിനിറ്റ്സ് പ്രവർത്തനങ്ങൾ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. തെരഞ്ഞെടുത്ത ബംഗളൂരു പ്രദേശങ്ങളിൽ സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മരുന്നുകൾ പോലുള്ള ഇനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഉൽപ്പന്ന ശ്രേണി വിപുലീകരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതേസമയം ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള ബിഗ് ബാസ്ക്കറ്റ് ടാറ്റ ക്ലിക്കുമായി ചേർന്ന് ഫാഷൻ ഉൽപ്പന്നങ്ങൾ 15 മിനിറ്റിനുള്ളിൽ ഡെലിവറി വാഗ്ദാനം ചെയ്യുമെന്ന പുതിയ മേഖല അവതരിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ്.